നാലാമത്തെ ഞങ്ങൾക്ക് ഒരു മകനാണ്. ഞങ്ങളത് 3 പെൺകുട്ടികൾ കഴിഞ്ഞ ശേഷം അത്യാവശ്യം നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നാലാമത്തെ മകനായിട്ട് ആണ് ജനിച്ചത്. അവൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അവൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി. ഹാരോൺ ഞങ്ങൾക്ക് നാലാമത്തെ മകനാണ്, ഒപ്പം ആദ്യത്തെ ആൺകുട്ടിയാണ്. അപ്പം ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലും ഒക്കെയാണ് ആയിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഒരു ട്രാജഡി പോലെ നമുക്കൊരു, പക്ഷെ ഞങ്ങളത് നല്ല ഒരു മനസ്സിൻ്റെ ബലമൊക്കെ ഉള്ളതുകൊണ്ടും ആത്മീയമായിട്ട് ഞങ്ങളെ കൈപിടിച്ച് നടത്താൻ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ നല്ല രീതിയിൽ അതിനെ എടുത്തു. ഈശോയുടെ അടുത്താണെന്ന് വിശ്വസിക്കുന്നു. രണ്ട് വർഷമായി പോയിട്ട്. അവന് ജനിച്ച സമയത്ത് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു സന്തോഷമായിരുന്നു. അതിനുപരി നമുക്ക് ഫിനാൻഷ്യലി നല്ലൊരു, അത് എല്ലാ മക്കളും ജനിച്ചപ്പോഴും അങ്ങനെയായിരുന്നു. നാലാമത്തെ മകൻ ജനിച്ചതിന് ശേഷമാണ്, ക്ലർക്കായിരുന്നു അദ്ദേഹം. നാലാമത്തെ മകൻ ജനിച്ചതിന് ശേഷമാണ് പ്രൊമോഷൻ കിട്ടി അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയത്. അപ്പോൾ അങ്ങനെ ഒരു അവൻ മറ്റുള്ളവർ പെരുമാറാൻ നല്ല ഇങ്ങനെ ഇപ്പൊ വഴിയിലൊക്കെ പോണ ആൾക്കാരുടെ ഒക്കെ അങ്ങോട്ട് വിളിച്ച് വർത്താനം പറയായിരുന്നു. അവന്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു എല്ലാവരോടും ഇടപഴകാനുള്ളൊരു കഴിവ്. അവന്റെ ഫ്യൂണറൽ സമയത്ത് ഈ നാട്ടുകാർ വന്നിരുന്നതിൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ അമ്മമാര് അപ്പന്മാര് വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും അറിയാത്ത പലരും വന്നു. എല്ലാവരോടും വർത്താനം പറയും. അപ്പാപ്പ അമ്മാമ്മേ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ പോകുന്നവരും വരുന്നവരും എല്ലാവരോടും അവൻ ഭയങ്കരമായിട്ട് വർത്താനം പറയും. അവൻ്റെ അടുത്ത് കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവനങ്ങനെ പെട്ടെന്ന് മറക്കണ കുട്ടിയല്ല. എല്ലാവരോടും ഭയങ്കര ഇങ്ങനെ, പക്ഷെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന് കളിക്കണ കുട്ടിയല്ല. അങ്ങനെ എന്താ പറയാ, ഒരു ചിത്രശലഭത്തിനെ പോലെ എപ്പോഴും ഇങ്ങനെ പാറി പാറി നടക്കണം. അവന്റെ ബർത്ത്ഡേ ഫെബ്രുവരി 25 2018. അവൻ ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റിയത്. ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ വീട് വയ്ക്കുകയും അതുപോലെ തന്നെ ഫിനാൻഷ്യലി കുറച്ചും കൂടെ നല്ല ഒരു നമുക്ക് സന്തോഷവും എല്ലാ കാര്യം കൊണ്ടും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടായ ഒരു സമയമായിരുന്നു. ദൈവത്തിൻ്റെ അടുത്തേക്ക് വിളിക്കാനായിരിക്കാം ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. അഞ്ചാമത്തെ ആള് അഷ്റോൺ. അവൻ്റെ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നാലാമത്തെ ഹാരോൺ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതല്ല, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആൾക്ക് വർക്ക് അറ്റ് ഹോം ആയിരുന്നു. അപ്പം അഞ്ചാമത്തെ ഞങ്ങൾക്ക് ആൺകുട്ടീനെ തന്നെ ദൈവം തന്നു. പക്ഷെ അന്ന് ഒരു ചെറിയ വിഷമം മനസ്സിൽ ഉണ്ടായിരുന്നപ്പോഴും മനസ്സിൽ ആരോ പറഞ്ഞു, എന്തായാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലല്ലോ, അപ്പൊ എന്തെങ്കിലും നന്മയ്ക്കായിരിക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചു, അങ്ങനെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് നാലാമത്തെ മകന്റെ മരണശേഷമാണ് സത്യം പറഞ്ഞ എനിക്ക് അവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്നൊന്ന് റിക്കവറായി ഇവിടെ വരെ ഇരിക്കാൻ പറ്റിയത് തന്നെ. ചെറിയ കുറുമ്പൊക്കെ ഉണ്ട്. ഞാൻ അഞ്ചാമത്തെ ആളായതുകൊണ്ടും പിന്നെ ചേച്ചിമാരുടെ ഒക്കെ പനോമന ആയതുകൊണ്ടും അത്യാവശ്യം ചെറിയ കുറുമ്പുകളുണ്ട്. എന്നാൽ ആള് അങ്ങനെ ഭയങ്കര വികൃതിയൊന്നല്ല. ഇപ്പം 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അംഗനവാടിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യം കൊണ്ടും ടീച്ചർമാർക്കും കൂടെയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇതുപോലെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും കളിക്കണം, ഞങ്ങളെപ്പോഴും കൂടെ വേണം, ചേച്ചിമാരെപ്പോഴും കൂടെ വേണം. അപ്പം അങ്ങനെയാണ്, എപ്പോഴും കൂടെ ഒരാൾ വേണം എന്നുള്ളൊരു രീതിയാണ് അവന്. കൂടെ ഇല്ലാതെ അവൻ ഒരു മിനിറ്റ് ഇരിക്കില്ല.